ആർപ്പുവിളികളും കരഘോഷവുമൊക്കെയായി ഒരു ആഘോഷം പോലെയായിരുന്നു രതീഷിന്റെ വേമ്പനാട്ട് കായൽ കുറുകെ കിടക്കുന്ന ആ നിമിഷം. ജമന്തി പൂക്കൾ കൊണ്ടുള്ള ഹാരമൊക്കെ അണിഞ്ഞ് അമ്മയും മകനും കൂട്ടുകാരും നാട്ടുകാരും കൂടെ കൂടി. രതീഷിനെ ചേർത്ത് പിടിച്ചു പരിശീലകനായ സജിയും ഒപ്പമുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ കായലും ഭാരതത്തിലെ ഏറ്റവും നീളം കൂടിയ തടാകവുമാണ് വേമ്പനാട്ട് കായൽ. ആലപ്പുഴ വടക്കുംകര അമ്പലക്കടവിൽ നിന്നും കോട്ടയം വൈക്കം ബീച്ചിലേക്ക് 7 കിലോമീറ്റർ 2 മണിക്കൂർ കൊണ്ട് രതീഷ് നീന്തിക്കടന്നു. രതീഷേ, രണ്ടര വയസ്സിൽ പോളിയോ ബാധിച്ച് ഇരുകാലുകൾക്കും സ്വാധീനം കുറഞ്ഞ രതീഷ് ആഴമേറിയ വേമ്പനാട്ട് കായൽ 2 മണിക്കൂർ കൊണ്ട് 7 കിലോമീറ്റർ നീന്തി കടന്നിരിക്കുകയാണ്. ഇതിലൂടെ എല്ലാവർക്കും നീന്തൽ പഠിക്കാൻ ഒരു ആഹ്വാനമാണ് ഇരുകാലുകൾക്കും സ്വാധീനമില്ലാത്ത രതീഷ് നൽകുന്നത്. അല്പസമയം മാറ്റിവെച്ച് നീന്തൽ പഠിക്കുന്നതിന് തയ്യാറായി കഴിഞ്ഞാൽ എല്ലാവർക്കും നീന്തൽ പഠിക്കാൻ കഴിയും. അങ്ങനെ ആരും മുങ്ങിമരിക്കാത്ത ഒരു സ്ഥിതി നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് രതീഷിലൂടെ തെളിയിച്ചതെന്ന് പരിശീലകൻ സജി വാളശ്ശേരി പറഞ്ഞു. പൂക്കൾ നൽകിയും പൊന്നാട അണിയിച്ചും സ്നേഹചുംബനങ്ങൾ നൽകിയുമൊക്കെ കൂട്ടുകാരും നീന്തൽ ക്ലാസ്സിലുമുള്ളവരും നാട്ടുകാരുമൊക്കെ രതീഷിനെ പൊതിഞ്ഞു. വളരെ നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ വന്ന മീഡിയക്കാർ വെയിൽ കൊണ്ട് എൻ്റെ ഒപ്പം 2 മണിക്കൂർ എൻ്റെ ഒപ്പം ഈ മീഡിയക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നീന്തൽ എല്ലാവരും പഠിച്ചിരിക്കാവുന്ന ഒരു ആശയം പുറത്തേക്ക് വെച്ചുകൊണ്ട് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന ഫയർഫോഴ്സ്, പോലീസ് എല്ലാവരെയും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് വേമ്പനാട്ട് കായലിന്റെ വീതിയേറിയ ഭാഗം നീന്തിക്കടന്ന ആദ്യ വനിതയും സജിയുടെ ശിഷ്യയാണ്.